കനത്ത മഴയിൽ ഷാർജയിൽ രണ്ടുപേരാണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങളൊന്നും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. സംഭവം ഉണ്ടായതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഷാർജ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മരിച്ച രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഫോറൻസിക് പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കുമായി മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പേര് വിവരങ്ങളും കാര്യങ്ങളും ഒന്നും അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഷാർജ എമിറേറ്റില് വെള്ളക്കെട്ടിൽ വാഹനം കുടുങ്ങിയവർക്കായിട്ട് ഇൻഷുറൻസ് ലഭിക്കുന്നതിനുള്ള പോലീസ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി നൽകാൻ ഷാർജ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഷാർജ പോലീസിന്റെ വെബ്സൈറ്റ് വഴിയും സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയും പോലീസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. കേടുപറ്റിയ വാഹനത്തിന്റെ ചിത്രം അപ്ലോഡ് ചെയ്താൽ ഒരു ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഷാർജ പോലീസ് അറിയിക്കുന്നത്. രാജ്യത്ത് മഴ തൽക്കാലം മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്കിലും പല നിരത്തുകളിലും ഇപ്പോഴും വെള്ളക്കെട്ടടക്കമുള്ള കാര്യങ്ങളുണ്ട്. വെള്ളക്കെട്ടിൽ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും ശ്രമിക്കരുത് എന്നതടക്കമുള്ള പോലീസിന്റെ നിർദ്ദേശങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ദുബായ് എമിറേറ്റില് മഴയെ തുടർന്ന് അടച്ച പൊതുപാർക്കുകളും ബീച്ചുകളും വൈകുന്നേരത്തോടെ ഇന്നലെ തുറന്നിരുന്നു. അബുദാബിയിലും പാർക്കുകളും ബീച്ചുകളും തുറന്നു. അതേസമയം ഷാർജയിലെ വൈൽഡ് ലൈഫ് പാർക്കിലെ വസിത് വെറ്റ്ലാൻഡ് ഇന്നും പ്രവർത്തിക്കില്ല. ഫുജൈറയിൽ ഷെയ്ഖ് ഖലീഫ സ്ട്രീറ്റിൽ വാഹനം തലകീഴായി മറിയുന്ന സാഹചര്യം ഉണ്ടായി. റാസൽ ഖൈമയിൽ അൽദായിദ് സൗത്തിൽ ഗതാഗതം താൽക്കാലികമായി നിർത്തി. ദുബായ് RTA എമിറേറ്റുകളെ ബന്ധിപ്പിച്ചിട്ടുള്ള ബസ് സർവീസും താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. ഷെയ്ഖ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല. എന്നാൽ സർവീസ് റോഡുകളും പുതിയ റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ജബൽ ജെയ്സിലേക്ക് യാത്രാ വിലക്കടക്കമുള്ള കാര്യങ്ങളുണ്ട്. UAE-യില് കനത്ത മഴയും പ്രതികൂലമായ കാലാവസ്ഥയുടെയും വലിയ ഘട്ടം അവസാനിച്ചുവെങ്കിലും മഴക്കെടുതികൾ തുടരുന്നുണ്ട്. അത് വ്യാപകവുമാണ്. വെള്ളക്കെട്ടടക്കം നീക്കാനുള്ള ശ്രമങ്ങളാണ് മിക്ക എമിറേറ്റിലും വ്യാപകമായി നടക്കുന്നത്. ഈ ഘട്ടത്തിലും വെള്ളക്കെട്ടിൽ ഇറങ്ങരുതെന്നതടക്കമുള്ള പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. അതടക്കം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിന്തുടരുക എന്നുള്ളതാണ് പൊതുജനങ്ങൾക്കുള്ള നിർദ്ദേശം.